ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2026 ലോഗോസിന് 5 പുസ്തകങ്ങളാണ് പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പുസ്തകമാണ് ഗലാത്തിയ. ആമുഖവും 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊരു മോക്ക് ടെസ്റ്റ് ആയിട്ട് തന്നെ എഴുതാവുന്നതാണ്. ചോദ്യം 1: ആധുനിക തുർക്കിയുടെ ഭാഗമായ ഏഷ്യ മൈനറിലെ ഒരു സ്ഥലം ഏത്? ഓപ്ഷൻ എ സിറിയ, ബി മക്കദോനിയ, സി ഗലാത്തിയ, ഡി എഫേസോസ്. ഇതിന്റെ ശരിയുത്തരം ഇപ്പൊ പറയുന്നില്ല. നിങ്ങൾ ഒരു പേനയും പേപ്പറും എടുത്ത് ഒന്നൊന്ന് നമ്പർ ഇട്ടതിനു ശേഷം ഇതിൽ ശരിയുത്തരം ഏതാണോ അത് അവിടെ മാർക്ക് ചെയ്യുക. ABCD ഏതെങ്കിലും ഒന്ന് ശരിയുത്തരം മാത്രം നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഏറ്റവും അവസാനം നമുക്കത് പരിശോധിക്കാവുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം: പൗലോസ് തന്റെ എത്രാമത്തെ പ്രേക്ഷിത യാത്രയിലാണ് ഗലാത്തിയയിൽ സഭ സ്ഥാപിച്ചത്? ഓപ്ഷൻ എ രണ്ടാം പ്രേക്ഷിത യാത്രയിൽ, നാലാം പ്രേക്ഷിത യാത്രയിൽ, ഓപ്ഷൻ സി ഒന്നാം പ്രേക്ഷിത യാത്രയിൽ, ഓപ്ഷൻ ഡി മൂന്നാം പ്രേക്ഷിത യാത്രയിൽ. ചോദ്യം 3: പൗലോസ് AD 53-നും 58-നും ഇടയ്ക്ക് എവിടെ വച്ച് ഗലാത്തിയയിലെ സഭകൾക്ക് ലേഖനം എഴുതിയെന്നാണ് കരുതപ്പെടുന്നത്? ചിലര് പറഞ്ഞിരുന്നു അക്ഷരം കുറച്ച് ചെറുതാണ്, വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദ്യവും ഉത്തരവും വായിച്ചു തരുന്നത്. ഗൂഗിൾ ഫോമിൽ നടത്തിയ മോക്ക് ടെസ്റ്റിന്റെ സ്ക്രീൻ റെക്കോർഡിംഗ് ആണ് ഈ വീഡിയോ, അതുകൊണ്ട് അക്ഷരങ്ങൾ ഇതിൽ കൂടുതൽ വലുതാക്കാൻ നിർവാഹമില്ല. 4 ഓപ്ഷൻസ്: ഓപ്ഷൻ എ എഫേസോസിലോ സിറിയയിലോ വെച്ച്, ഓപ്ഷൻ ബി എഫേസോസിലോ മക്കദോനിയയിലോ വെച്ച്, ഓപ്ഷൻ സി മക്കദോനിയയിലോ സിറിയയിലോ വെച്ച്, ഓപ്ഷൻ ഡി എഫേസോസിലോ റോമിലോ വെച്ച്. 4 യഹൂദ ക്രിസ്ത്യാനികളുടെ സ്വാധീനത്താലും സമ്മർദ്ദത്താലും പരിച്ഛേദനം സ്വീകരിച്ച ഗലാത്യക്കാർ മറ്റുള്ളവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്തിന്? എ ക്രിസ്തുവിനെ പിന്തുടരാൻ, ബി പരിച്ഛേദനം നിരസിക്കാൻ, സി പരിച്ഛേദനം സ്വീകരിക്കാൻ, ഡി വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ. 5 ഗലാത്യക്കാർക്കുള്ള ലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് പൗലോസ് എന്താണ് നിരത്തുന്നത്? ഓപ്ഷൻ എ പുതിയ വെളിപാടുകൾ, ബി ദൈവീക രഹസ്യങ്ങൾ, സി തന്റെ വാക്ചാതുരിയുടെ മഹത്വം, ഡി തന്റെ അപ്പോസ്തല അധികാരത്തിനുള്ള തെളിവുകൾ. 6 ആര് മുഖേനയല്ല താൻ അപ്പോസ്തലനായിരിക്കുന്നത് എന്നാണ് പൗലോസ് പറയുന്നത്? എ വിജാതീയരിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ, ബി യഹൂദരിൽ നിന്ന് അല്ല, സി മനുഷ്യരിൽ നിന്നോ മനുഷ്യർ മുഖേനയോ അല്ല, ഡി സ്വർഗത്തിൽ നിന്നോ മനുഷ്യർ മുഖേനയോ അല്ല. 7 ഒരിക്കൽ നമ്മെ പീഡിപ്പിച്ചിരുന്നവൻ താൻ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ച വിശ്വാസം ഇപ്പോൾ എന്തു ചെയ്യുന്നു? ഓപ്ഷൻ എ വിളംബരം ചെയ്യുന്നു, ബി പ്രഘോഷിക്കുന്നു, സി പഠിപ്പിക്കുന്നു, ഡി പ്രസംഗിക്കുന്നു. 8 ആരെല്ലാം ചേർന്ന് ഗലാത്യയിലെ സഭകൾക്ക് എഴുതുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് ലേഖനം ആരംഭിക്കുന്നത്? എ ഞാനും തിമോത്തിയോസും, ബി ഞാനും എൻ്റെ സഹോദരരും, സി ഞാനും എന്നോട് കൂടെയുള്ള എല്ലാ സഹോദരരും, ഡി ഞാനും ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരും. 9 തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കേണ്ടതിന് യേശുക്രിസ്തു എന്തു ചെയ്തു? എ സ്വയം ബലിയായിത്തീർന്നു, ബി സ്വയം പാപങ്ങൾ ഏറ്റെടുത്തു, സി തന്നെ ബലിയർപ്പിച്ചു, ഡി ജനങ്ങളെ പഠിപ്പിച്ചു. 10 ആരുടെ അഭീഷ്ടമനുസരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു തന്നെ ബലിയർപ്പിച്ചു? ഓപ്ഷൻ എ നമ്മുടെ പിതാവായ ദൈവത്തിന്റെ, ബി പുത്രനായ ദൈവത്തിന്റെ, സി പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ, ഡി ഏക ദൈവത്തിന്റെ. ശരിയുത്തരം നിങ്ങൾ എഴുതി വെക്കുക. അവസാനം നമുക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. 11 ആരുടെ കൃപയിൽ നിങ്ങളെ വിളിച്ചവനെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിക്കുകയും എന്നാണ് പൗലോസ് പറയുന്നത്? എ ദൈവത്തിന്റെ കൃപയിൽ, ബി ഏകജാതന്റെ കൃപയിൽ, സി ക്രിസ്തുവിന്റെ കൃപയിൽ, ഡി ദൈവാത്മാവിന്റെ കൃപയിൽ. 12 കേപ്പായെ കാണാൻ 3 വർഷത്തിനു ശേഷം ആരാണ് ജെറുസലേമിലേക്ക് പോയത്? എ യോഹന്നാൻ, ബി തിമോത്തേയോസ്, സി പൗലോസ്, ഡി തീത്തോസ്. 13 നിങ്ങളെ ഉപദ്രവിക്കാനും എന്തിനെ ദുഷിപ്പിക്കാനും ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട് എന്നാണ് പൗലോസ് പറയുന്നത്? ഓപ്ഷൻ എ ദൈവത്തിന്റെ പദ്ധതിയെ, ബി ക്രിസ്തുവിന്റെ സുവിശേഷത്തെ, സി ക്രിസ്തുവിന്റെ സഭയെ, ഡി ദൈവമക്കളെ. 14 ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പ്രകാരം തന്നെ ഇപ്പോഴും ഡാഷ് ഗലാത്തിയ 1:9 പ്രകാരം പൂരിപ്പിക്കുക.
എ ഞാൻ പറയുന്നു, ബി ഞാൻ എഴുതുന്നു, സി ഞാൻ പ്രഖ്യാപിക്കുന്നു, ഡി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. 15 എന്ത് ആരെങ്കിലും നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് ഗലാത്യ 1:19 പൗലോസ് പറയുന്നത്. എ പരിശുദ്ധാത്മാവിനെതിരായി, ബി നിങ്ങൾ സ്വീകരിച്ച സുവിശേഷമല്ലാതെ മറ്റൊന്ന്, സി സ്വർഗത്തിനെതിരായി, ഡി നിങ്ങൾ പ്രസംഗിച്ച സുവിശേഷമല്ലാതെ മറ്റൊന്ന്. 16 എന്ത് ആരെങ്കിലും നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് ഗലാത്യ 1:9 പൗലോസ് പറയുന്നത്. എ പരിശുദ്ധാത്മാവിനെതിരായി, ബി നിങ്ങൾ സ്വീകരിച്ച സുവിശേഷമല്ലാതെ മറ്റൊന്ന്, സി സ്വർഗത്തിനെതിരായി, ഡി നിങ്ങൾ പ്രസംഗിച്ച സുവിശേഷമല്ലാതെ മറ്റൊന്ന്. 17 സഹോദരരെ എന്ത് മാനുഷികമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. എ എന്റെ വാക്കുകൾ, ബി ഞാൻ പ്രസംഗിച്ച സുവിശേഷം, സി ഞാൻ സ്വീകരിച്ച സുവിശേഷം, ഡി ഞാൻ സ്വീകരിച്ച വിശ്വാസം. 18 ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ എന്താവുക ഇല്ലായിരുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ഓപ്ഷൻ എ അപ്പസ്തോലൻ, ബി ക്രിസ്തു ശിഷ്യൻ, സി ക്രിസ്തുവിന്റെ ദാസൻ, ഡി യഹൂദൻ. 19 അവിടത്തെ പുത്രനെ പറ്റി എവിടെ പ്രസംഗിക്കാൻ അവനെ എനിക്ക് വെളിപ്പെടുത്തി തരേണ്ടതിന് വേണ്ടിയാണ് ദൈവം തന്നെ വിളിച്ചത് എന്നാണ് പൗലോസ് പറയുന്നത്. ഓപ്ഷൻ എ പരിച്ഛേദിതരുടെ ഇടയിൽ, ബി വിജാതീയരുടെ ഇടയിൽ, സി വിശ്വാസികളുടെ ഇടയിൽ, ഡി യഹൂദരുടെ ഇടയിൽ. 20 ഞാൻ പ്രസംഗിച്ച സുവിശേഷം എങ്ങനെയാണ് തനിക്ക് ലഭിച്ചത് എന്നാണ് പൗലോസ് പറയുന്നത്. ഓപ്ഷൻ എ ദൈവത്തിന്റെ കൃപയാൽ, ബി യേശുക്രിസ്തുവിന്റെ വെളിപാടിലൂടെ, സി കൈവയ്പ് വഴി, ഡി മനുഷ്യനിൽ നിന്ന്. 21 നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ ക്രിസ്തുവിന്റെ മരണത്തിന് എന്തില്ല എന്നാണ് പൗലോസ് പറയുന്നത്. ഓപ്ഷൻ എ നീതിബോധം, ബി നിയമസാധ്യത, സി വിശ്വാസ്യത, ഡി നീതീകരണം. 22 പിന്നീട് 14 വർഷത്തിനു ശേഷം ബർണബാസിനോടുകൂടെ വീണ്ടും ജെറുസലേമിലേക്ക് പോയത് ആര്? എ തിമോത്തേയോസ്, ബി ഫിലിപ്പോസ്, സി പൗലോസ്, ഡി തീത്തോസ്. 23 പൗലോസ് വീണ്ടും ജെറുസലേമിലേക്ക് പോയത് എന്തനുസരിച്ചാണ്? എ മുൻകൂട്ടി തീരുമാനിച്ചതനുസരിച്ച്, ബി ഒരു വെളിപാടനുസരിച്ച്, സി ആത്മീയ പ്രചോദനമനുസരിച്ച്, ഡി കൂട്ടായ തീരുമാനമനുസരിച്ച്. 24 ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അധ്യായവും വാക്യവും എഴുതുക. ഗലാത്യ 2:20, ഗലാത്യ 2:2, ഗലാത്യ 2:12, ഗലാത്യ 2:22. 25 ജെറുസലേമിലെ പ്രധാനികളുടെ മുമ്പിൽ പൗലോസ് വിജാതീയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം സ്വകാര്യമായി എന്തു ചെയ്തു? എ പ്രസംഗിച്ചു, ബി വിശദീകരിച്ചു, സി അവതരിപ്പിച്ചു, ഡി പഠിപ്പിച്ചു. 26 ഗ്രീക്കുകാരനായിരുന്നിട്ടും പരിച്ഛേദനത്തിന് നിർബന്ധിക്കപ്പെടാതിരുന്നത് ആര്? എ മത്തായി, ബി തീത്തോസ്, സി ഫിലിപ്പോസ്, ഡി തിമോത്തേയോസ്. 27 എന്ത് നിങ്ങൾക്കായി നിലനിർത്തേണ്ടതിനാണ് വ്യാജ സഹോദരന്മാർക്ക് നിങ്ങൾ നിമിഷ നേരത്തേക്ക് പോലും വശപ്പെടാതിരുന്നത് എന്നാണ് പൗലോസ് പറയുന്നത്. എ ദൈവസ്നേഹം, ബി ദൈവവചനം, സി സുവിശേഷത്തിന്റെ സത്യം, ഡി സുവിശേഷ രഹസ്യം. 28 തങ്ങൾ എന്തോ ആണെന്ന് ഭാവിക്കുന്ന അവരിൽ നിന്ന് എനിക്ക് എന്ത് ലഭിച്ചില്ല എന്നാണ് പൗലോസ് പറയുന്നത്. ഓപ്ഷൻ എ യാതൊന്നും, ബി കൂടുതലായി ഒന്നും, സി വിശ്വാസയോഗ്യമായതൊന്നും, ഡി ഒരു ആനുകൂല്യവും. 29 ആർക്കായി ജീവിക്കേണ്ടതിനാണ് ഞാൻ നിയമത്തിലൂടെ നിയമത്തിന് മൃതനായത്? എ ക്രിസ്തുവിനായി, ബി ദൈവത്തിനായി, സി വിശ്വാസികൾക്കായി, ഡി യഹൂദർക്കായി. 30 പരിച്ഛേദിതർക്കുള്ള സുവിശേഷം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആർക്ക്? എ പത്രോസിന്, ബി പൗലോസിന്, സി യാക്കോബിന്, ഡി യോഹന്നാന്. 31 പൗലോസിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ത്? എ പരിച്ഛേദിതർക്കുള്ള സുവിശേഷം, ബി വിജാതീയർക്കുള്ള സുവിശേഷം, സി യഹൂദർക്കുള്ള സുവിശേഷം, ഡി അപരിച്ഛേദിതർക്കുള്ള സുവിശേഷം. പരീക്ഷ എഴുതുമ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. മൈനസ് മാർക്കൊന്നുമില്ല. ഒരു ചോദ്യം തെറ്റിപ്പോയി എന്ന് കരുതി മാർക്കൊന്നും കുറയില്ല. അതുകൊണ്ട് നിങ്ങളിപ്പോ എഴുതുമ്പോഴും എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരം എഴുതുക. അറിയാമെങ്കിലും അറിയില്ലെങ്കിലും ഒരു ഉത്തരം നിങ്ങൾ മാർക്ക് ചെയ്യുക.
32 പരിച്ഛേദിതർക്കുള്ള പ്രേക്ഷിതത്വം പത്രോസിലൂടെ നിർവഹിക്കുന്നവൻ തന്നെ ആർക്കുവേണ്ടി തന്നിലൂടെ പ്രവർത്തിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ഓപ്ഷൻ എ യഹൂദർക്കു വേണ്ടി, ബി പാപികൾക്കു വേണ്ടി, സി വിജാതിയർക്കു വേണ്ടി, ഡി വിശുദ്ധർക്കു വേണ്ടി. 33 യാക്കോബ്, കേപ്പ, യോഹന്നാൻ എന്നിവർ എങ്ങനെ ഗണിക്കപ്പെട്ടിരുന്നു? എ ഒന്നാമതായി, ബി നേതൃസ്തംഭങ്ങളായി, സി നേതാക്കളായി, ഡി പ്രമുഖരായി. 34 ദൈവത്തിന്റെ കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്നു കണ്ട് തങ്ങളുടെ കൂട്ടായ്മയുടെ വലതുകരം നീട്ടിത്തന്നവരിൽ പെടാത്തത് ആരെല്ലാം? എ യോഹന്നാൻ, ബി ഫിലിപ്പോസ്, സി കേപ്പ, ഡി യാക്കോബ്. 35 നിയമത്തിന്റെ അനുഷ്ഠാനത്തിലൂടെ ഒരുവൻ എന്തു ചെയ്യപ്പെടുന്നില്ല? എ രക്ഷിക്കപ്പെടുന്നില്ല, ബി നീതീകരിക്കപ്പെടുന്നില്ല, സി വിശ്വസിക്കുന്നില്ല, ഡി വിശുദ്ധീകരിക്കപ്പെടുന്നില്ല. 36 പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം ആരംഭിക്കുമ്പോൾ നടത്തുന്ന സംബോധന എന്ത്? ഗലാത്യക്കാരായ എന്റെ സഹോദരങ്ങളെ, ക്രൂരന്മാരായ ഗലാത്യക്കാരെ, ഓപ്ഷൻ സി ഭോഷന്മാരായ ഗലാത്യക്കാരെ, ഡി പാപികളായ ഗലാത്യക്കാരെ. 37 നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രഹാത്തിന്റെ സന്തതികളാണ്. വാഗ്ദാനമനുസരിച്ചുള്ള ഡാഷ് ഗലാത്യ 3:29 പ്രകാരം പൂരിപ്പിക്കുക. എ പിന്തുടർച്ചക്കാരുമാണ്, ബി അവകാശികളുമാണ്, സി പിൻതലമുറക്കാരാണ്, ഡി സന്താനങ്ങളാണ്. 38 നിങ്ങൾ എന്ത് സ്വീകരിച്ചത്? നിയമത്തിന്റെ അനുഷ്ഠാനത്താലോ അതോ വിശ്വാസത്തിന്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടതും വിശ്വസിച്ചതുകൊണ്ടോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ക്രിസ്തുവിനെ, ബി ആത്മാവിനെ, സി ദൈവത്തെ, ഡി വിശ്വാസം. 39 ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നാമെല്ലാം ക്രിസ്തുവിനെ എന്ത് ചെയ്തിരിക്കുന്നു? എ ഉൾക്കൊണ്ടിരിക്കുന്നു, ബി സ്വന്തമാക്കിയിരിക്കുന്നു, സി ധരിച്ചിരിക്കുന്നു, ഡി സ്വീകരിച്ചിരിക്കുന്നു. 40 ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ എവിടെ അവസാനിപ്പിക്കാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. എ പാതി വഴിയിൽ, ബി ഹൃദയത്തിൽ, സി ശരീരത്തിൽ, ഡി അപൂർണതയിൽ. 41 നിങ്ങൾക്ക് ആത്മാവിനെ നൽകുകയും നിങ്ങളുടെ ഇടയിൽ എന്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ നിയമാനുഷ്ഠാനം നിമിത്തമോ അതോ നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ടോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. എ വിശ്വാസം, ബി അത്ഭുതങ്ങൾ, സി അടയാളങ്ങൾ, ഡി സഹിഷ്ണുത. 42 വാഗ്ദാനങ്ങൾ ലഭിച്ചത് അബ്രഹാത്തിനും അവന്റെ സന്തതിക്കുമായിട്ടാണ്. പലരെ ഉദ്ദേശിച്ച് എന്ത് എന്ന് അതിൽ പറഞ്ഞിട്ടില്ല. എ സന്തതികൾക്ക്, ബി സന്താനങ്ങൾക്ക്, സി അവകാശികൾക്ക്, ഡി മക്കൾക്ക്. 43 അബ്രഹാം തന്നെയും ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. അതിനാൽ വിശ്വാസമുള്ളവർ ആരാണ്? എ അബ്രഹാത്തിന്റെ തലമുറ, ബി അബ്രഹാത്തിന്റെ സഹോദരങ്ങൾ, സി അബ്രഹാത്തിന്റെ മക്കൾ, ഡി അബ്രഹാത്തിന്റെ പിന്മുറക്കാർ. 44 വിജാതീയരെ ദൈവം നീതീകരിക്കുന്നത് എങ്ങനെ? എ അനുസരണം വഴി, ബി സ്നേഹം വഴി, സി പ്രത്യാശ വഴി, ഡി വിശ്വാസം വഴി. 45 നിന്നിൽ ആരെല്ലാം അനുഗ്രഹീതരാകും എന്ന സദ്വാർത്തയാണ് വിശുദ്ധ ഗ്രന്ഥം നേരത്തെ തന്നെ അബ്രഹാത്തെ അറിയിച്ചിട്ടുള്ളത്. എ മനുഷ്യരെല്ലാം, ബി ജനതകളെല്ലാം, സി വിശ്വാസികളെല്ലാം, ഡി സഹോദരരെല്ലാം. 46 നിയമാനുഷ്ഠാനത്തിൽ ആശ്രയം അർപ്പിക്കുന്ന എല്ലാവരും എന്തിന് വിധേയരാണ്? എ പാപത്തിന്, ബി ശിക്ഷണത്തിന്, സി ശാപത്തിന്, ഡി വെറുപ്പിന്. 47 ഇപ്പോഴാകട്ടെ വിശ്വാസം സമാഗതമായ നിലയ്ക്ക് നമ്മൾ ആർക്ക് അധീനരല്ല? എ അന്ധകാരത്തിന്, ബി ദുരാത്മാവിന്, സി പിശാചിന്, ഡി പാലകന്. 48 ഗലാത്യ 3:20 പ്രകാരം ദൈവം ആരാണ്? നമ്മുടെ രക്ഷകനാണ്, ബി നമ്മുടെ സ്രഷ്ടാവാണ്, സി ഏകനാണ്, ഡി സർവശക്തനാണ്. 49 ഒരുവനും ദൈവസന്നിധിയിൽ നിയമം വഴി നീതീകരിക്കപ്പെടുന്നില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തുകൊണ്ട്? എ നീതിമാൻ സ്നേഹം വഴിയാണ് ജീവിക്കുക, ബി നീതിമാൻ സഹനം വഴിയാണ് ജീവിക്കുക, സി നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുക, ഡി നീതിമാൻ കരുണ വഴിയാണ് ജീവിക്കുക. 50 അവ അനുഷ്ഠിക്കുന്നവൻ അവ വഴി ജീവിക്കും. ഏവ എ സ്നേഹം, ബി നന്മ, സി നിയമം, ഡി വിശ്വാസം.
51 വസ്തുവിന്റെ ഉടമയാണെന്നിരിക്കലും ബാലനായിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്ന് വിഭിന്നനല്ലാത്തതാര്? എ പുത്രൻ, ബി മകൻ, സി പിന്തുടർച്ചാവകാശി, ഡി ശിശു. 52 പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ അവൻ ആരുടെയെല്ലാം സംരക്ഷണത്തിലായിരിക്കും? എ പിതാവിന്റെയും മാതാവിന്റെയും, ബി രക്ഷകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും, സി സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും, ഡി ഗുരുക്കന്മാരുടെയും രക്ഷകർത്താക്കളുടെയും. 53 നമ്മൾ പ്രകൃതിയുടെ ശക്തികൾക്ക് അടിമപ്പെട്ടിരുന്നത് എന്ന്? എ അറിവില്ലാതിരുന്ന കാലത്ത്, ബി ശിശുക്കളായിരുന്നപ്പോൾ, ഡി പ്രായമാകുന്നതിന് മുമ്പ്, ഡി അവിശ്വാസികളായിരുന്ന കാലത്ത്. 54 നമ്മൾ ആരുടെ മക്കളല്ല എന്നാണ് പൗലോസ് പറയുന്നത്? ദാസിയുടെ, ബി പരദേശിയുടെ, സി വിദൂരസ്ഥരുടെ, ഡി വാഗ്ദാനത്തിന്റെ. 55 നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ ആരെയാണ് വിമുക്തരാക്കിയത്? എ നിയമത്തിന് എതിരായിരുന്നവരെ, ബി നിയമത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞവരെ, സി നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ, ഡി നിയമത്തിന് വിധേയരായി കഴിഞ്ഞവരെ. 56 നമ്മൾ മക്കളായതുകൊണ്ട് എന്ത് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെയാണ് ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നത്? എ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ബി കർത്താവേ, സി ദൈവമേ, ഡി ആബാ പിതാവേ. 57 ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ ആരെ സേവിച്ചു എന്നാണ് പൗലോസ് പറയുന്നത്? പിശാചിനെ, സൃഷ്ടവസ്തുക്കളെ, സി അസ്താർത്തെ ദേവതകളെ, ഡി യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ. 58 എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, അതിലുപരി ദൈവം നിങ്ങളെ അറിയുന്നു. എന്തിലുപരി? എ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നതിലുപരി, ബി നിങ്ങൾ ദൈവത്തെ അറിയുന്നതിലുപരി, സി നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കുന്നതിലുപരി, ഡി നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നതിലുപരി. 59 ഹാഗാർ ആരോടൊത്താണ് ദാസ്യവൃത്തി ചെയ്യുന്നത്? എ തന്റെ സഹോദരങ്ങളോടൊപ്പം, ബി തന്റെ ദേശക്കാരോടൊപ്പം, സി തന്റെ മക്കളോടൊത്ത്, ഡി എന്റെ വംശക്കാരോടൊപ്പം. 60 നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചത് വൃഥാവിലായോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇതാരുടെ വാക്കുകൾ? എ യേശുവിന്റെ, ബി പത്രോസിന്റെ, സി പൗലോസിന്റെ, ഡി യാക്കോബിന്റെ. 61 ദാസിയെയും അവളുടെ പുത്രനെയും നിഷ്കാസനം ചെയ്യുവിൻ എന്ന് പറയുന്നത് ആര്? എ കർത്താവ്, ബി ദൈവം, സി പിതാവ്, ഡി വിശുദ്ധ ലിഖിതം. 62 എന്റെ ശരീരസ്ഥിതി നിങ്ങൾക്ക് ഒരു പരീക്ഷയായിരുന്നിട്ടും നിങ്ങൾ എന്നെ എന്തു ചെയ്തില്ല എന്നാണ് പൗലോസ് പറയുന്നത്? എ നിന്ദിക്കുകയോ അപമാനിക്കുകയോ, ബി നിന്ദിക്കുകയോ വെറുക്കുകയോ, സി അപമാനിക്കുകയോ വെറുക്കുകയോ, ഡി വെറുക്കുകയോ ഒഴിവാക്കുകയോ. 63 സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്നെനിക്ക് ബോധ്യമുണ്ട് എന്നാണ് പൗലോസ് ഗലാത്യക്കാരോട് പറയുന്നത്. എ നിങ്ങൾ എന്നെ സ്വീകരിക്കുമായിരുന്നു, ബി നിങ്ങളിൽ ഒരുവനായി എന്നെ പരിഗണിക്കുമായിരുന്നു, സി കണ്ണുകൾ പോലും ചൂഴ്ന്നെടുത്തു തരുമായിരുന്നു, ഡി സർവ്വതും ദാനം ചെയ്യുമായിരുന്നു. 64 അവർ നിങ്ങളിൽ താല്പര്യം കാണിക്കുന്നത് എപ്രകാരമല്ല എന്നാണ് പൗലോസ് പറയുന്നത്? എ നന്മയോടെയല്ല, ബി സതുദ്ദേശത്തോടെയല്ല, സി സന്തോഷത്തോടെയല്ല, ഡി നീതിപൂർവമല്ല. പ്രിയമുള്ളവരെ, നമ്മളൊരു പഠന സഹായി തയ്യാറാക്കിയിട്ടുണ്ട്. 4500ഓളം ചോദ്യങ്ങളാണ് ആ പഠന സഹായിയിലുള്ളത്. വളരെ സമഗ്രമായി 2026 ലോഗോസിന് തയ്യാറെടുക്കാൻ പാകത്തിനാണ് പഠന സഹായി തയ്യാറാക്കിയിട്ടുള്ളത്. പഠന സഹായി ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അതിന്റെ വിലയായ 250 രൂപയും 50 രൂപ പോസ്റ്റൽ ചാർജും ചേർത്ത് 300 രൂപ ഗൂഗിൾ പേ ചെയ്തിട്ട് അഡ്രസ്സും കൂടി അയച്ചു തരിക. കൂടുതൽ പുസ്തകം ഒന്നിച്ചു വാങ്ങുന്നവർക്ക് പോസ്റ്റൽ ചാർജ് ഇല്ലാതെ വില കുറച്ച് നൽകുന്നതായിരിക്കും. 65 നല്ല കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നത് ഞാൻ നിങ്ങളോടൊത്ത് ഉണ്ടായിരിക്കുമ്പോൾ മാത്രമല്ല, എല്ലായ്പ്പോഴും എന്തു തന്നെ എന്നാണ് പൗലോസ് പറയുന്നത്. എ ശ്രേഷ്ഠം തന്നെ, ബി നല്ലതു തന്നെ, സി മികച്ചതു തന്നെ, ഡി ഗുണപ്രദം തന്നെ. 66 ക്രിസ്തു നമ്മെ മോചിപ്പിച്ചത് എവിടേക്ക്? എ പിതാവിന്റെ പക്കലേക്ക്, ബി സ്വർഗത്തിലേക്ക്, സി സ്വാതന്ത്ര്യത്തിലേക്ക്, ഡി ജീവനിലേക്ക്. 67 അടിമത്വത്തിന്റെ നുകത്തിന് നിങ്ങൾ ഇനിയും എന്തു ചെയ്യരുത് എന്നാണ് പൗലോസ് പറയുന്നത്? എ കീഴ്പ്പെടരുത്, ബി തലകുനിക്കരുത്, സി വിധേയരാകരുത്, ഡി അടിമപ്പെടരുത്. 68 പരിച്ഛേദനം സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനോടും പൗലോസ് വീണ്ടും ഉറപ്പിച്ചു പറയുന്നത് എന്ത്? എ
അവൻ നിയമം മുഴുവൻ അനുസരിക്കാൻ കടപ്പെട്ടവനാണ്. ബി അവൻ നിയമം മുഴുവൻ പാലിക്കാൻ കടപ്പെട്ടവനാണ്. സി അവൻ നിയമത്തിൽ ജീവിക്കാൻ കടപ്പെട്ടവനാണ്. ഡി അവൻ വാഗ്ദാനം പാലിക്കാൻ കടപ്പെട്ടവനാണ്. 69 നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ ആരോടുള്ള ബന്ധമാണ് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നത്? എ ദൈവത്തോടുള്ള, ബി ക്രിസ്തുവിനോടുള്ള, സി സഭയോടുള്ള, ഡി വിശുദ്ധരോടുള്ള. 70 ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി എന്തു ലഭിക്കുമെന്ന പ്രത്യാശയോടെ കാത്തിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. എ സ്വർഗം, ബി വിശുദ്ധി, സി നീതി, ഡി ഉയർപ്പ്. 71 ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്. ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നത് എന്തെന്നാണ് പൗലോസ് പറയുന്നത്? എ ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ, ബി നന്മ ചെയ്യുന്നതിന്, സി പൂർണ്ണമായും സമർപ്പിക്കുന്നതിന്, ഡി ദൈവിക പദ്ധതി അനുസരിച്ച് ജീവിക്കുന്നതിന്. 72 എങ്ങനെയുള്ള വിശ്വാസമാണ് സുപ്രധാനം? എ വിശ്വാസത്തിലൂടെ പ്രവർത്തന നിരതമായ, ബി ആത്മാർത്ഥമായ വിശ്വാസം, സി സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ, ഡി നിശബ്ദമായ വിശ്വാസം. 73 നിങ്ങൾ നന്നായി എന്തു ചെയ്യുന്നു എന്നാണ് പൗലോസ് പറയുന്നത്? എ പ്രവർത്തിക്കുന്നു, ബി സംസാരിക്കുന്നു, സി വിശ്വസിക്കുന്നു, ഡി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. 74 അല്പം പുളിപ്പ് എന്തു ചെയ്യുന്നു? എ എല്ലാ മാവിനെയും പുളിപ്പിക്കുന്നു, ബി മാവിനെ പുളിപ്പിക്കുന്നില്ല, സി കുറച്ചു മാവിനെ പുളിപ്പിക്കുന്നു, ഡി മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നു. 75 ആത്മാവിന്റെ ഫലങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനഭാഗം. എ ഗലാത്യ 5:23-25, ബി ഗലാത്യ 5:20-22, സി ഗലാത്യ 5:22-24, ഡി ഗലാത്യ 5:22-23. 76 സഹോദരരെ, ഞാൻ ഇനിയും എന്തിന് അനുകൂലമായി പ്രസംഗിക്കുന്നെങ്കിൽ എന്തിനാണ് ഞാൻ ഇപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നത് എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. എ പരിച്ഛേദനത്തിന്, ബി വിശ്വാസ സത്യങ്ങൾക്ക്, സി ക്രിസ്തുവിന്റെ പ്രബോധനത്തിന്, ഡി ദൈവസ്നേഹത്തിന്. 77 തങ്ങളുടെ ജഡത്തെ അതിന്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നത് ആര്? എ ക്രിസ്തുവിന് സ്വന്തമായവർ, ബി യേശുക്രിസ്തുവിനുള്ളവർ, സി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, ഡി ക്രിസ്തുവിന്റെ അനുയായികൾ. 78 ഗലാത്യ 5:13 സംബോധന എന്ത്? എ മാതാപിതാക്കന്മാരെ, ബി സഹോദരിമാരെ, സി സഹോദരരെ, ഡി കുഞ്ഞുമക്കളെ. 79 സ്നേഹത്തോടുകൂടെ ദാസനെ പോലെ പരസ്പരം എന്തു ചെയ്യുവിൻ? എ സഹായിക്കുവിൻ, ബി പ്രോത്സാഹിപ്പിക്കുവിൻ, സി സേവിക്കുവിൻ, ഡി സന്തോഷിപ്പിക്കുവിൻ. 80 ജഡമോഹങ്ങളെ എന്തു ചെയ്യരുത് എന്നാണ് പൗലോസ് പറയുന്നത്? എ നിരസിക്കരുത്, ബി വളർത്തരുത്, സി ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്, ഡി ഒരിക്കലും പരിഗണിക്കരുത്. 81 ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയോടെ അവനെ എന്തു ചെയ്യുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? എ ഉപദേശിക്കുവിൻ, ബി വീണ്ടെടുക്കുവിൻ, സി സ്നേഹിക്കുവിൻ, ഡി ചേർത്ത് പിടിക്കുവിൻ. 82 ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ എങ്ങനെ അവനെ വീണ്ടെടുക്കുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? എ സൗമ്യതയോടെ, ബി ഉത്സാഹത്തോടെ, സി സന്തോഷത്തോടെ, ഡി കാരുണ്യത്തോടെ. 83 ക്രിസ്തുവിന്റെ നിയമം പൂർത്തിയാക്കേണ്ടത് എങ്ങനെ? എ പരസ്പര വിശ്വാസത്താൽ, ബി പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട്, സി പരസ്പരം സഹായിച്ചുകൊണ്ട്, ഡി പരസ്പരം സ്നേഹിച്ചുകൊണ്ട്. 84 ഓരോ വ്യക്തിയും എന്താണ് വിലയിരുത്തേണ്ടത്? എ സ്വന്തം പ്രവൃത്തികൾ, ബി സ്വന്തം കഴിവുകൾ, സി സ്വന്തം നന്മകൾ, ഡി സ്വന്തം ചെയ്തികൾ. 85 ആര് സ്വന്തം ഭാരം വഹിച്ചേ മതിയാവൂ? എ അവിശ്വാസികൾ, ബി പാപികൾ, സി ഓരോരുത്തരും, ഡി എല്ലാവരും. 86 വചനം പഠിക്കുന്നവൻ എന്താണ് തന്റെ അധ്യാപകന് നൽകേണ്ടത്? എ തനിക്കുള്ളതെല്ലാം, ബി സമ്പത്ത്, സി തനിക്കുള്ള എല്ലാ നല്ല വസ്തുക്കളുടെയും പങ്ക്, ഡി ഓഹരി. 87 മനുഷ്യൻ എന്താണ് കൊയ്യുന്നത്? എ വിതയ്ക്കുന്നത് തന്നെ, ബി വിതച്ചതിന്റെ ഫലം, സി അന്യരുടെ അധ്വാനത്തിന്റെ ഫലം, ഡി കറ്റ. 88 ആരാണ് ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കുന്നത്? എ ആത്മാവിനായി വിതയ്ക്കുന്നവൻ, ബി ശരീരത്തിനായി വിതയ്ക്കുന്നവൻ, സി ജഡത്തിനായി വിതയ്ക്കുന്നവൻ, ഡി ആത്മീയമായി വിതയ്ക്കുന്നവൻ. 89 നമുക്ക് മടുപ്പ് തോന്നാതിരിക്കേണ്ടത് എന്തിന്? എ പരസ്പരം സഹായിക്കുന്നതിൽ, ബി നന്മ ചെയ്യുന്നതിൽ, സി പരസ്പരം സ്നേഹിക്കുന്നതിൽ, ഡി പരസ്പരം വിശ്വസിക്കുന്നതിൽ.
90 ശാരീരികമായ ബാഹ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവർ എന്തിനാണ് നിങ്ങളെ നിർബന്ധിക്കുന്നത്? എ ജഡിക താല്പര്യങ്ങൾക്ക്, ബി ഭൗതിക ചിന്തകൾക്ക്, സി ആചാരങ്ങൾക്ക്, ഡി പരിച്ഛേദന കർമ്മത്തിന്. 91 ക്രിസ്തുവിന്റെ ക്രൂശിനെ പ്രതി പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. ആര്? എ വിശ്വാസം സ്വീകരിക്കാൻ നിങ്ങളെ നിർബന്ധിക്കുന്നവർ, ബി യഹൂദർ, സി പരിച്ഛേദന കർമ്മത്തിന് നിങ്ങളെ നിർബന്ധിക്കുന്നവർ, ഡി വിജാതിയർ. 92 നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് അവർക്ക് എന്ത് ഭാവിക്കാൻ കഴിയേണ്ടതിനാണ് നിങ്ങളും പരിച്ഛേദിതരായി കാണാൻ അവർ ആഗ്രഹിക്കുന്നത്? എ അഭിമാനിക്കാൻ, ബി സന്തോഷിക്കാൻ, സി അഹങ്കരിക്കാൻ, ഡി മേന്മ ഭാവിക്കാൻ. 93 പരിച്ഛേദന കർമ്മം നടത്തുന്നതിലോ നടത്താതിരിക്കുന്നതിലോ കാര്യമില്ല. എന്താണ് പരമപ്രധാനം? എ വിശുദ്ധി പ്രാപിക്കുക, ബി പുതിയ സൃഷ്ടിയാവുക, ഡി മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടുക, ഡി ദൈവമക്കളാകുക. 94 ഈ നിയമം അനുസരിച്ച് വ്യാപരിക്കുന്ന ആർക്ക് സമാധാനവും കാരുണ്യവും ഉണ്ടാകട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എ എല്ലാവർക്കും, അതായത് കർത്താവിന്റെ ഇസ്രായേലിന്, ബി എല്ലാവർക്കും, അതായത് സ്വർഗീയ ജെറുസലേമിന്, സി എല്ലാവർക്കും, അതായത് ദൈവത്തിന്റെ ഇസ്രായേലിന്, ഡി സ്വർഗീയ ജെറുസലേമിൽ വസിക്കുന്നവർക്ക്. 95 ഗലാത്തിയ 6:18 സംബോധന എന്ത്? എ ഭോഷന്മാരായ ഗലാത്തിയക്കാരെ, ബി കുഞ്ഞുങ്ങളെ, സി പ്രിയപ്പെട്ടവരെ, ഡി സഹോദരരെ. 96 പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പ്രധാനം. വാക്യഭാഗം എഴുതുക. എ ഗലാത്തിയ 6:12, ബി ഗലാത്തിയ 6:14, സി ഗലാത്തിയ 6:15, ഡി ഗലാത്തിയ 6:16. 97 ഗലാത്തിയ 5-ാം അധ്യായത്തിൽ ആത്മാവിന്റെ ഫലങ്ങളിൽ പെടാത്തത് ഏതാണ്? എ സ്നേഹം, ബി ക്ഷമ, സി അസൂയ, ഡി സൗമ്യത. 98 യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ് എന്ന് പറയുന്ന അധ്യായം ഏത്? 1, 3, 6, 4. 99 പൗലോസ് ഗലാത്തിയാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ ഏറ്റവും ചെറിയ അധ്യായം ഏത്? എ 6, ബി 4, സി 1, ഡി 3. 100 താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? എ എന്നെ പ്രതി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി, ബി പരിച്ഛേദികർക്കുള്ള സുവിശേഷം എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കി, സി ദൈവം ഏകനാണ്, ഡി നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. ഇനി ഇതിന്റെ ഉത്തരങ്ങൾ കൂടി വേഗത്തിൽ ഒന്ന് വായിച്ചു പോവുകയാണ്. നിങ്ങൾ എഴുതിയിരിക്കുന്ന ABCD എന്നുള്ളത് ടിക്ക് ചെയ്യുക. 1 സി, 2 എ, 3 ബി, 4 സി, 5 ഡി, 6 സി, 7 ഡി, 8 സി, 9 സി, 10 എ, 11 സി, 12 സി, 13 ബി, 14 എ, 15 ബി, 16 ബി, 17 ബി, 18 സി, 19 ബി, 20 ബി, 21 ഡി, 22 സി, 23 ബി, 24 എ, 25 സി, 26 ബി, 27 സി, 28 ബി, 29 ബി, 30 എ, 31 ഡി, 32 സി, 33 ബി, 34 ബി, 35 ബി, 36 സി, 37 ബി, 38 ബി, 39 സി, 40 സി, 41 ബി, 42 എ, 43 സി, 44 ഡി, 45 ബി, 46 സി, 47 ഡി, 48 സി, 49 സി, 50 സി, 51 സി, 52 ബി, 53 ബി, 54 എ, 55 സി, 56 ഡി, 57 ഡി, 58 ബി,
59 സി, 60 സി, 61 ഡി, 62 ബി, 63 സി, 64 ബി, 65 ബി, 66 സി, 67 സി, 68 ബി, 69 ബി, 70 സി, 71 എ, 72 സി, 73 ഡി, 74 ഡി, 75 ഡി, 76 എ, 77 ബി, 78 സി, 79 സി, 80 സി, 81 ബി, 82 എ, 83 ബി, 84 ഡി, 85 സി, 86 സി, 87 എ, 88 എ, 89 ബി, 90 ഡി, 91 സി, 92 ഡി, 93 ബി, 94 സി, 95 ഡി, 96 സി, 97 സി, 98 ബി, 99 എ, 100 ബി. നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾ ശരിയായി എന്നുള്ളത് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധമായ വിജയാശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.